الله 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 ما لنا مولى سوى الله 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 ما لنا مولى سوى الله كلما ناديت يا അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഇട്ടിട്ട് കുറേ നാളായി. എനിക്ക് വീഡിയോ ഇടണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല വീഡിയോ ഇടാനൊന്നും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് UAE പോണതും പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ദിവസമൊക്കെയാണ്. കുറേ പേർക്ക് എന്നെ മറന്നിട്ടുണ്ടാവുമായിരിക്കും, കുറച്ച് പേർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. കാരണം അവരുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. പിന്നെ റിപ്ലൈ തരാത്തത് എന്തെന്ന് വെച്ചാൽ എന്ന് വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ഒന്നും തരാതിരുന്നത്. ഞാനിപ്പോൾ ഇക്കാരുടെ വീട്ടിലാണല്ലോ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇത്തായും ഉമ്മായും വാപ്പായും ഇത്താടെ മോളും കുഞ്ഞുമായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 7 മണിക്കുള്ള ഫ്ലൈറ്റായിരുന്നു നമ്മുടേത്. ഞാൻ ഇതിനു മുമ്പ് ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്, പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ അത്ര പേടിക്കാനൊന്നും ഇല്ലെന്ന് മനസ്സിലായി. രാത്രിയായിരുന്നല്ലോ നമ്മുടെ ഫ്ലൈറ്റ്, അപ്പോൾ വ്യൂവൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ ആയിരിക്കും വ്യൂവൊക്കെ കുറച്ചുകൂടെ നല്ലതെന്ന്. അപ്പോൾ നമുക്ക് മേഘങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരിക്കുമല്ലോ. ഫ്ലൈറ്റ് കയറി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കിട്ടിയായിരുന്നു. സാൻഡ്വിച്ച് ആയിരുന്നു കിട്ടിയത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്താണ് കുറച്ച് കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്നത്. അല്ലാത്തപ്പോഴേക്ക് ഫുൾ ഇരുട്ടാണ് പുറത്തോട്ട് നോക്കുമ്പോൾ. ഇവിടുത്തെ 9:30 ആയപ്പോഴത്തേക്കും ഷാർജയിൽ എത്തിയായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങളും മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. നേരത്തെ താമസിച്ചിരുന്നത് കമ്പനിയുടെ തന്നെ റൂമിലാണ്. ഇപ്പം ഞാനും കൂടെ ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് വില്ലയിലാണ് താമസിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് പിന്നെ നമ്മൾ കാറിലാണ് വില്ലയിലേക്ക് പോകുന്നത്. അതിലേക്ക് നമ്മൾ പോണ വഴിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആണ് നമ്മുടെ റൂം. നല്ല പൊടിയും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് റൂം മാത്രം ഒന്ന് തുളച്ച് വൃത്തിയാക്കിയായിരുന്നു. പിന്നെ അത്യാവശ്യ സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലഗേജൊക്കെ പൊട്ടിച്ചായിരുന്നു. കഴിഞ്ഞ് നമ്മൾ നിസ്കരിച്ച് എല്ലാം ഒതുക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും 2 മണിയായി. പിന്നെ രാവിലെ എണീറ്റ് സുബഹിയൊക്കെ നിസ്കരിച്ച് റൂം വൃത്തിയാക്കിയ ശേഷമുള്ളത് കാണിച്ചു തരാം. ടേബിളിൽ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് ഇതായിരുന്നില്ലേ? ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ചും ഉണ്ട്. ഇനി എപ്പോഴെങ്കിലും പോകുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. രാവിലെ തന്നെ നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങിയായിരുന്നു. നല്ല അഴുക്കുണ്ടായിരുന്നു അടുക്കളയിലും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സും കേക്കൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള അടുക്കളയുടെ ലുക്ക് ഇതാണ്. ഇവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അല്ലാതെയുള്ള മുളക് പൊടിയോ വെളിച്ചെണ്ണയൊക്കെ ഈ കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ടിന്നൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഇനി ടിന്നൊക്കെ വാങ്ങിയിട്ട് അതിനകത്ത് എല്ലാം ഇട്ട് വെക്കണം.
അത്യാവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്ലേറ്റും കപ്പൊന്നും കൊണ്ടുവന്നില്ല, അതൊക്കെ ഇനി വാങ്ങണം. നമ്മൾ ളുഹറൊക്കെ നിസ്കരിച്ചതിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലല്ലേ വന്നത്, അതുകൊണ്ട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഇന്നാണ് സ്ഥലങ്ങളൊക്കെ ഒന്ന് നേരെ കാണുന്നത്. കടയിൽ നിന്ന് നമ്മൾ പ്ലേറ്റും ബൗളും ഗ്ലാസും പിന്നെ അത്യാവശ്യത്തിനുള്ള ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ അതൊക്കെ ഇട്ട് വെക്കാനുള്ള ടിന്നുകളും വാങ്ങിയായിരുന്നു. പിന്നെ അതൊക്കെ അടുക്കി പറക്കി വെക്കാനും പൊടികളൊക്കെ ടിന്നിലിട്ട് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തായിരുന്നു. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു പൂച്ചേനെ കണ്ടായിരുന്നു വെളിയിൽ. നിങ്ങൾക്ക് മുറ്റമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ അസറൊക്കെ നിസ്കരിച്ച ശേഷം നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ച ശേഷം രാത്രിയിലത്തേക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയത്. കറിയായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. മിക്സിയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു, അതൊക്കെ ഇനി വാങ്ങണം. നമ്മൾ വീട്ടിൽ നിന്ന് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു പുട്ടും പഴവും കഴിക്കാമെന്ന്. പുട്ടൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ ഇശായൊക്കെ നിസ്കരിച്ചിട്ട് കിടന്നായിരുന്നു. പിന്നെ നിങ്ങൾ കമൻസിന് റിപ്ലൈ ഒന്നും തരാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നില്ലേ? കാരണം എനിക്ക് ഒരു ഉറപ്പും ഇല്ലായിരുന്നു ഇനി വീഡിയോ ഇടാൻ പറ്റുമെന്നും പിന്നെ ഞാൻ ഇവിടെയൊക്കെ വരുമെന്നൊന്നും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ, ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോ ഇടാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
താങ്ക് യു ഫോർ വാച്ചിങ്.